രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി.ജെ.പി. നേതൃത്വം നൽകുന്ന എൻ.ഡി.എയിലെ എല്ലാ സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെ ഭരണകക്ഷിയായ എൻ.ഡി.എക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷമായി. ഉപതെരഞ്ഞെടുപ്പിൽ 9 ബി.ജെ.പി. അംഗങ്ങളെയും സഖ്യകക്ഷികളിൽ നിന്ന് 2 പേരെയുമാണ് എതിരില്ലാതെ വിജയിപ്പിച്ചെടുത്തത്. ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ രാജ്യസഭയിൽ ബി.ജെ.പിയുടെ അംഗബലം 96 ഉയർന്നു. 112 എൻ.ഡി.എ മുന്നണിയുടെ അംഗബലം. ഇതുകൂടാതെ 6 നോമിനേറ്റഡ് അംഗങ്ങളുടെയും ഒരു സ്വതന്ത്ര അംഗത്തിന്റെയും പിന്തുണ മോദി സർക്കാരിനുണ്ട്. ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ ഭരണമുന്നണിയുടെ കരുത്ത് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 119-ലേക്കെത്തും. ഒരു കോൺഗ്രസ് അംഗം കൂടി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ രാജ്യസഭയിലെ ഇന്ത്യ മുന്നണിയുടെ അംഗസംഖ്യ 85 ഉയർന്നിട്ടുണ്ട്. രാജ്യസഭയിലാകെ 245 സീറ്റുകളാണുള്ളത്. ഇതിൽ ജമ്മു കാശ്മീരിൽ നിന്ന് 4 നോമിനേറ്റഡ് അംഗങ്ങൾക്കുള്ള 4 സീറ്റുകളടക്കം 8 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇത് കുറച്ചാൽ രാജ്യസഭയിലെ നിലവിലെ അംഗബലം 237 ആണ്. ഇതനുസരിച്ച് കേവല ഭൂരിപക്ഷം 119 സീറ്റ്. ഭൂരിപക്ഷം നേടിയതോടെ രാജ്യസഭയിൽ നിഷ്പ്രയാസം ബില്ലുകൾ പാസാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും. ഒരു ദശാബ്ദത്തിന് ശേഷമാണ് എൻ.ഡി.എക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ലഭിക്കുന്നത്. നേരത്തെ ലോക്സഭയിൽ ബില്ല് പാസാക്കിയാലും രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ പുറത്തുനിന്നുള്ള പാർട്ടികളുടെ സഹായം ബി.ജെ.പി. നേടിയിരുന്നു. അസമിൽ നിന്ന് മിഷൻ രഞ്ജൻ ദാസ്, രാമേശ്വർ തെലി, ബീഹാറിൽ നിന്ന് മനൻ കുമാർ മിശ്ര, ഹരിയാനയിൽ നിന്ന് കിരൺ ചാധരി, മധ്യപ്രദേശിൽ നിന്ന് ജോർജ് കുര്യൻ, മഹാരാഷ്ട്രയിൽ നിന്ന് ധിര്യശീൽ പാട്ടീൽ, ഒഡീഷയിൽ നിന്ന് മമത മൊഹന്ത, രാജസ്ഥാനിൽ നിന്ന് രവനീത് സിംഗ് ബിട്ടു, ത്രിപുരയിൽ നിന്നുള്ള രാജീവ് ഭട്ടാചാരി എന്നിവരാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ. കോൺഗ്രസിന്റെ അഭിഷേക് മനു സിംഗ്വി തെലങ്കാനയിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മഹാരാഷ്ട്രയിൽ നിന്ന് എൻ.സി.പി. അജിത് പവാർ വിഭാഗത്തിന്റെ നിതിൻ പാട്ടീലും ബീഹാറിൽ നിന്ന് ആർ.എൽ.എമ്മിന്റെ ഉപേന്ദ്ര കുശ്വാഹയും തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.